ആ അതിപ്പോ അങ്ങ് ആ ചോദ്യത്തിന്റെ ഫോക്കസ് പിന്നെ പോലീസിന്റെ ഭാഗത്തുള്ള സംരക്ഷണയിലേക്ക് മാറി. ഇന്നിപ്പോ പോലീസ് ഏത് വിധത്തിലാണ് കേരളത്തിലെ SFI പ്രവർത്തകരോട് സ്വീകരിച്ച സമീപനം എന്താണ്? RSSകാരൻ സെനറ്റ് ഹാളിലിട്ട് അടിക്കുന്നു, ആ അടി അയാൾ വാങ്ങുന്നു. അതിനുശേഷം RSSകാരെ തൊടുന്നില്ല പോലീസ്, KSUക്കാരെ പുറത്താക്കി ആ പരിപാടി നിർബാധം അവിടെ തുടരാനുള്ള സാഹചര്യം ഒരുക്കുന്നു. ഞാൻ പറയുന്നു, ഈ പറയുന്ന സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്നയാൾ, താൽക്കാലിക ചുമതല വഹിക്കുന്നയാൾ, അവർ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ സർവകലാശാലയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. സ്വാഭാവികമായിട്ടും അവർ സംരക്ഷണം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകളായിരിക്കില്ലേ കേരളത്തിലെ പോലീസ്? അങ്ങേക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഗവർണർ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട അടി കിട്ടിയ കേസുകാരനെ പോലീസ് പുറത്തു കൊണ്ടുപോവുക, അങ്ങനെയാണ് ഒരു പരിപാടി നടത്തുക. അപ്പൊ നാളെ ഈ പറയുന്ന ഒരു പരിപാടി അതിനോട് എന്തെങ്കിലും എതിർപ്പുമായി ആരെങ്കിലും വന്നാൽ ആ പരിപാടിയുടെ സംഘാടകർ എതിർപ്പ് വരുന്ന ആളുകളെ അടിക്കുക, ആ അടിച്ച ആളുകളെ, അടികൊണ്ട ആളുകളെ ഈ പോലീസ് പുറത്തെത്തിക്കുക, അതാണോ പോലീസിന്റെ ജോലി? അങ്ങനെ ഒരു സമീപനം ഇപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നതിൽ സൂക്ഷ്മമായിട്ടൊരു രാഷ്ട്രീയ അംശം കൂടെ ഉണ്ടല്ലോ. ആ അംശം എന്ന് പറയുന്നത് RSSകാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു കാലാൽ പടയായി കേരളത്തിലെ പോലീസ് മാറാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടെ അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആ ചോദ്യത്തിന്റെ ദുഷ്ടലാക്കനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ മറുപടി പറയുന്നു. ഇപ്പം മുമ്പ് CA ആയിരുന്ന മോഹനചന്ദ്രൻ നായരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ RSSകാരെ വെറുതെ വിട്ട കോൺഗ്രസ് അനുഭവമുണ്ട്. അല്ലെങ്കിൽ വർഗീയ കലാപം കേരളത്തിൽ നടത്താൻ വേണ്ടി പ്രസംഗിക്കാൻ വന്ന BJP നേതാവിനെതിരെ കേസ് പിൻവലിച്ച കോൺഗ്രസ് നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും അനുഭവമുണ്ട്. ആ അനുഭവം ഒന്നും കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ കാലയളവിൽ ആരും അങ്ങനല്ല ഒരു വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങിക്കൊണ്ടൊരു സമീപനം പോലീസിനുമില്ല, പോലീസിനെ നയിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമില്ല. അത് മനസ്സിലാക്കിക്കോ. പിന്നെ സർവകലാശാല സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് വന്നാൽ, അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് വന്നാൽ, കോൺഗ്രസ് പ്രതിനിധി ആവർത്തിച്ച് ചോദിക്കുന്നു. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ കോൺഗ്രസ് സംഘടനാ നേതാവ് ഇതേ ഗവർണറുടെ ആശീർവാദവും സ്വീകരിച്ച് അവിടെ വൈസ് ചാൻസലർ ആയിരുന്ന അവിടെ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങ് ശ്രദ്ധിച്ചോ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? ലീഗിന്റെ പരിപാടിയിൽ ഞങ്ങളുടെ നേതാവ് പങ്കെടുത്തില്ലേ, പിന്നെ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താ തെറ്റ്? നിഷ്കളങ്കരായ മീഡിയ വേണ്ട മതനിരപേക്ഷവാദികളായിട്ടുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണ്ടേ? ലീഗ് അണികളെങ്കിലും തിരിച്ചറിയണ്ടേ? ലീഗിനെയും RSSനെയും ഒരേപോലെ കാണുന്ന മനസ്സാണ് ഈ കോൺഗ്രസ് നേതാവിനുള്ളതെന്ന് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ അങ്ങനെ പറയില്ല. ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലെയല്ല ഒരു കോൺഗ്രസ് സംഘടനാ നേതാവട്ടെ മറ്റേതു സംഘടനാ നേതാവട്ടെ ഒരു വർഗീയവാദ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും കരുതുന്നു ലീഗിലും കോൺഗ്രസിലും അന്തസ്സുള്ള മതനിരപേക്ഷവാദികൾ ഇപ്പോഴും ഉണ്ടെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ലീഗിനെ RSSുമായി താരതമ്യം ചെയ്താൽ, സമീകരിക്കാൻ ശ്രമിച്ചാൽ, കോൺഗ്രസ് നേതാവ് ചെയ്താൽ പോലും അത് അംഗീകരിച്ചു തരാൻ എനിക്ക് വിയോജിപ്പുണ്ട്, എനിക്ക് വൈമനസ്യമുണ്ട്. പക്ഷെ ആ ചോദ്യത്തിന് കോൺഗ്രസ് പ്രതിനിധിയുടെ മറുപടി എന്താണ്? അദ്ദേഹം പറയുന്നു അതിന്റെ വിശദീകരണം അദ്ദേഹത്തോട് ചോദിക്കണം. ഏത് സ്വന്തം പാർട്ടിയുടെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് RSSന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉദ്ഘാടകനായി പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന്റെ വക്കാലത്ത് എനിക്കില്ല, അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കണം എന്നാണ് പറയുന്നത്. തിരികെ അദ്ദേഹം മറ്റൊരു വാദം ഉന്നയിച്ചല്ലോ, ഏതോ ഇടതുപക്ഷ സംഘടനയുടെ നേതാവ് ഹിമാചലിലോ കാശ്മീരിലോ പോയി VC ആയിട്ടിരിക്കുന്നു എന്നുള്ളത്. ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടെ പറയും, എന്റെ രാഷ്ട്രീയത്തിന്റെ വക്കാൽ എടുത്തുകൊണ്ട് പറയും, ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരാളും അങ്ങ് സൂചിപ്പിച്ചതുപോലെ RSSന്റെ ആവട്ടെ മറ്റു വർഗീയതയുടെ ആകട്ടെ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ അയാൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇടമില്ല, അയാളെ ഇടതുപക്ഷം ബഹിഷ്കരിച്ചിരിക്കുന്നു. എനിക്ക് ഒരാളുടെയും അംഗീകാരം വേണ്ടതില്ല അത് പറയാൻ. എനിക്കൊരു തത്വശാസ്ത്ര പുസ്തകവും മറിച്ചു നോക്കേണ്ടതായിട്ടില്ല. ഒരു വർഗീയവാദിയുടെ ഓശാരം പറ്റി ഒരു പദവിയിൽ പോയിരിക്കുന്നവൻ ഞങ്ങളിൽ പെടുന്നവരല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയല്ല.